പരിണാമമാക്കുന്നതാണ്. നമുക്ക് ചിന്തിക്കായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം എക്സോഡസ് ചാപ്റ്റർ 17 അതിന്റെ 8 മുതൽ വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സ് 8 മുതൽ. അമേലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, ഈ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമേലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമേലേക്കിനോട് പൊരുതും, എന്നാൽ മോശയും അഹ്റോനോട് പൊരുതും. എന്നാൽ മോശയും അഹ്റോനും ഹൂറും കുന്നിന്മേൽ കയറി. മോശയുടെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമേലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവനൊരു കല്ലെടുത്തു വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമേലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വയത്തലിയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമേലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ വെച്ച് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമേലേക്കിനോട് തലമുറയാൽ ഇഷ്ടമുണ്ട് എന്ന് അവൻ പറഞ്ഞു. The Amalek came and fought against Israel at Rephidim. So Moses said to Joshua, choose men for us and go out to fight against Amalek. Tomorrow I will station myself on top of the hill with the staff of God in my hand. Joshua did as Moses told him and fought against Amalek. And Moses, Aaron and Hur went up to the top of the hill. So it came about when Moses held his hand up that Israel prevailed. And when he let his hand down, Amalek prevailed. But Moses' hands were heavy. They took a stone and put it under him, and he sat on it. And Aaron and Hur supported his hands, one on one side, one on the other. Thus his hands were steady until the sun set. So Joshua overwhelmed Amalek and his people with the edge of the sword. Then the Lord said to Moses, write this in a book as a memorial and recite it to Joshua, that I will utterly blot out the memory of Amalek from the under heaven. Moses built an altar and named it, the Lord is my banner. And he said, the Lord has sworn, the Lord will have war against Amalek from generation to generation. Amen. കഥ മാത്രോട്ടെ ഞാൻ പറയാൻ പറഞ്ഞപ്പോ കുറെ ചിന്തിച്ചപ്പോ കർത്താവ് എനിക്ക് പറയാൻ കാണിച്ച വചനമാണ് ഇതൊക്കെ. നമുക്കറിയാം ഇപ്പൊ വാറുകളുടെ ഒരു സീസണാണ്. ഇപ്പൊ ലോകത്ത് ഇഷ്ടംപോലെ വാർ നടക്കുന്നുണ്ട്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഒക്കെയായിട്ട് ചോദിച്ച് വാർ ചെയ്യുന്നുണ്ട്. അതുപോലെ യുക്രൈൻ, റഷ്യ വാറുണ്ട്. ഓസ്ട്രേലിയ ആയിട്ട് വല്ല വാർ ഉള്ളതായിട്ട് അറിയാം. മിലിറ്ററിക്കാരൻ ഇവിടെയുണ്ട്. ഓക്കെ. അതുപോലെ പെർത്ത് ആരെങ്കിലും യുദ്ധം ഉള്ള പോലെ അറിയും. പെർത്ത് നമ്മൾ ആരെങ്കിലും യുദ്ധം ഉള്ളതായിട്ട് അറിയാം. ഒരാൾക്കറിയാം. അത് നമ്മളെന്താ അങ്ങനെ അറിയാത്ത നമുക്കൊരു യുദ്ധമുള്ള കാര്യം? അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഒരു വാറിലാണെന്നുള്ള കാര്യം നമ്മളിപ്പം അറിഞ്ഞിരിക്കണം. നമുക്കൊരു ശത്രുവുണ്ട്. നമ്മുടെ ശത്രുവിന്റെ പ്രത്യേകത എന്താ? അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ഇന്ന് നമ്മൾ കേട്ടു നോഹയുടെ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാര് കല്യാണം കഴിച്ചും ഹാപ്പി ആയിട്ടും അങ്ങനെ കെട്ടിച്ചു കൊടുത്ത് ഇങ്ങിരുന്നു. അതുപോലെ ലോകത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ സമയത്ത് എന്താ അവസ്ഥ? നമ്മുടെ സമയത്ത് നമ്മൾ കുറെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് വളരെ തന്നെ സാറ്റിലൊക്കെ കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് കുറെ ഓടി. അങ്ങനെ ജോലി കിട്ടാനും അത് കിട്ടാനും അങ്ങനെ എത്രയോ പ്ലേസിലാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ നമ്മൾ എത്തി. നമ്മളിപ്പോ എല്ലാവരും വീടുകളൊക്കെ വെച്ചു, നല്ല ജോലി, എല്ലാവരും പിള്ളേരൊക്കെ ആയി ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മളെ റെസ്റ്റ്. ഇവിടെ ഈ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിനെ പറയുന്നത് തെറ്റാ. The Amalek came and fought against Israel at Rephidim. ഈ റഫഡീമിന്റെ പ്രത്യേകത, റഫഡീം എന്ന പേര് വരാൻ കാരണം എന്ന് പറയുന്നത് അതിന് റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് അതിനെ പറയാം. അവരുടെ ലാംഗ്വേജിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ആര് വന്നത്? അമേലിക്കയിൽ വന്നത് യുദ്ധം ചെയ്യാൻ.
അമേരിക്കയെ കുറിച്ച് അപ്പൊ ഇവിടെ ആക്ച്വലി 2 യുദ്ധങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേലും അമേരിക്കയിലും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അമേരിക്കയില് എങ്ങനെയോ വന്നെന്ന് അറിയോ? അമേരിക്കയുടെ ഉത്ഭവം നമുക്കറിയാം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബിന്റെ സഹോദരൻ ഏശാവിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആണ് അമാലേക്ക്. ഏശാവിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആണ് അമേലേക്ക്. അപ്പം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആൾക്കാരും അമേരിക്ക എന്ന് പറയുന്ന ആൾക്കാരും ഒരു കണക്കിൽ പറഞ്ഞ കസിൻസ് ആണ്. രണ്ടുപേരും കസിൻസ് ആണ്. പക്ഷെ ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അമാലിക്കര് ആ സ്ഥലത്ത് പോരാടിക്കൊണ്ട് വളർന്നു വന്ന ഒരു ജനതയാണ്. ഇസ്രായേൽക്കാരുടെ പ്രത്യേകതയോ, ഇസ്രായേൽക്കാര് അടിമഭവനത്തിൽ ഈജിപ്തില് സ്ലേവ്സ് ആയിട്ട് ഇത്ര കാലം സ്ലേവ്സ് ആയിട്ട് ഇരുന്ന ഒരു ജനതയാണ് ഇസ്രായേൽക്കാര്. സ്ലേവ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം യഹോവയുടെ നേതൃത്വത്തില് മോശയുടെ നേതൃത്വത്തിൽ യഹോവ വഴി കടൽ കടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള അമാലിക്കര് വന്നതിൽ അറ്റാക്കിയാണ്. ഇസ്രായേൽക്കാരെ പറഞ്ഞു ഭയങ്കര സ്ലേവ്സ് ആണ്, അവർക്കൊന്നും അറിയില്ല, യുദ്ധത്തെ കുറിച്ചോ ഒന്നും അറിയില്ല. ഈവൻ ഇതിന്റെ മുൻപില് നമ്മള് മോശ വിടുവിക്കൂലോ ഈജിപ്തിൽ നിന്ന്. ആ സമയത്ത് പറയുന്നത് ദൈവം നമുക്ക് ഷോർട്ട് കട്ട് വഴി കാനാന്തേശിക്ക് പോകുന്നത് ഫെലിസ്തീയ ദേശം വഴി പോകാനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. പക്ഷെ ആ വഴി കൂടെ ദൈവം വിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ യുദ്ധം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യഹോവ അത് മാറ്റി സീൻ മരുഭൂമിയോടെ ചെങ്കടലിലൂടെ കടത്തിവിട്ടു. യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം പേടിച്ചിട്ട് തിരിച്ച് ഈജിപ്തിലേക്ക് പോകുമെന്ന് പേടിച്ചത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ തിരികെയാണ്. ഇവിടെ എത്തിയപ്പോ ദൈവം ആദ്യമായിട്ട് ഈ ബുക്കിൽ കുറെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ അമാലിക് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇസ്രായേൽ ജനതയെ ആദ്യമായിട്ട് ആക്രമിച്ച ഒരു രാജ്യം. അമാലിക്കര് ഫസ്റ്റ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ച ഒരു രാജ്യമാണ് അമാലിക്കര്. അപ്പം ഇവര് യുദ്ധത്തിന് വന്ന സമയത്ത് എന്തുണ്ടായെന്ന് നമുക്ക് ഇനി തുടർന്ന് ഒരു സെന്റൻസ് ആയിട്ട് വായിക്കാം. Amalek came and fought against Israel at Rephidim. So Moses said to Joshua, "Choose men for us and go out, fight against Amalek. Tomorrow I will station myself on top of the hill with the staff of God in my hand." അമാലിക്കര് വന്നപ്പോ അമാലിക്കരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അത് എഴുതിയിട്ടില്ല. അത് എഴുതിയിരിക്കുന്നത് ഡ്യൂട്രോണമിയിൽ എഴുതിയിട്ടുണ്ട്. 25-ന്റെ 17 വേണ്ട. അമാലിക്കരെ അറ്റാക്ക് ചെയ്യണതിന് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അവർക്ക് ദൈവത്തെ പായില്ല അമാലിക്കര്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ക്ഷീണിച്ചു നിൽക്കുന്ന ആൾക്കാരും വഴിയിൽ നിന്റെ നേരെ വന്ന ക്ഷീണിച്ചും തളർന്നിരിക്കുന്ന ജനതയെ പിമ്പിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അമാലിക്കര് ചെയ്യുക. അവര് ക്ഷീണിച്ചും ആൾക്കാർ പോകുമ്പോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോ ക്ഷീണിച്ചും ഓൾറെഡി ഇങ്ങനെ എന്താ പറയാ വളരെ സ്ട്രോങ് അല്ലാത്ത ആൾക്കാരുകളുണ്ടാവും. വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോയി അറ്റാക്ക് ചെയ്യലാണ് അമാലിക്കരുടെ പ്രത്യേകത. നമ്മുടെ ശത്രുവായിട്ടുള്ള സാധാന്യം പ്രത്യേകതയും അത് തന്നെയാണ്. കണ്ണിങ് ആണ്. എന്താ പറയാ, ആരെ വിഴുങ്ങണ്ടെന്ന് നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോഴും അമാലിക്കർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ ചിത്രത്തിൽ വരുന്നത് നമ്മുടെ സാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവർ രണ്ടുപേരും ഏകദേശം ഓരോ രീതിയിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം അവര് വന്ന സമയത്ത് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളവിടെ നിൽക്കാന്ന് വിചാരിക്കും. ഈ സ്ഥലത്ത് നിൽക്കാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളെന്താ ചെയ്യാം? കുറെ പേരൊക്കെ ചിലപ്പോ പേടിച്ചോടാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഇവര് പ്ലാനഡ് ആണ്. ചൂസ് മാൻ ഫോർ us and go out fight against Amalek. അത് ആരോടെ പറയണ? യോശുവോട് പറയണം. ഈ യോശുവ എന്നുള്ള പേരും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ബൈബിളിൽ കാണുന്നത് ഇവിടെ തന്നെയാണ്. ജോഷുവിനെ കുറിച്ച് നമുക്ക് മുൻപ് ഒന്നും അറിയുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യത്തെ പേരുകളൊക്കെ ജോഷുവോട് പറയാണ് പോയി ഫൈറ്റ് ചെയ്യുക, കുറച്ച് പേരെ തെരഞ്ഞെടുക്കുക, പോയി ഫൈറ്റ് ചെയ്യുക. ജോഷുവ എന്തായിരുന്നു മുമ്പ്? ഇതിന് മുമ്പുള്ള ജോഷുവ ആരായിരുന്നു? ജോഷുവും ഒരു സ്ലേവ് തന്നെയായിരുന്നു. ഈജിപ്ത് ദേശത്ത് ഉള്ള ഒരു അടിമയായിരുന്നു ജോഷുവും. ഒരു അടിമയായിട്ടുള്ള വ്യക്തിയോട് മോശ എന്ന് പറയാണ്, നീ കുറച്ച് ആൾക്കാരെ തന്നെ എടുക്കാം, പോയി ഇവരെ യുദ്ധം ചെയ്യുക. ഇവര് മുമ്പ് യുദ്ധം അഭ്യസിച്ചിട്ട് ഒന്നുമില്ല. ഇവര് അടിമകളാണ്. അതിന് മോചിപ്പിട്ട് വന്നിട്ടുള്ളൂ. അപ്പോ ജോഷു എന്താ ചെയ്തത്?
ജോഷുവ ചെയ്തതിന് ഒരു പ്രത്യേകത, ജോഷുവ ഡിഡ് ആസ് മോസസ് ടോൾഡ് ഹിം. നമ്മളതില് ആ വാക്കില് ഡിഡ് എന്നുള്ള ഒരു വാക്യം ഒന്ന് നോട്ട് ചെയ്യാം. ജോഷുവ ഡിഡ് ആസ് മോസസ് ടോൾഡ് ഹിം. അതായത് നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ, നമ്മള് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കായിരിക്കും. പക്ഷെ നമ്മളോട് നമ്മളുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്കാർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാം. ജോഷുവ ഡിഡ് ആസ് മോസസ് ടോൾഡ് ഹിം. ഞാൻ നല്ല ഇവിടെ ഉപവാസ പ്രാർത്ഥനയില് എല്ലാം കഴിയാതായപ്പോ നമുക്ക് സെപ്പറേറ്റ് പ്രാർത്ഥന ഉള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പാസ്റ്റർ സാമിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പിള്ളേരൊക്കെ വിളിച്ചു കൊണ്ടുപോയി അവർ വലിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സാം എന്ത് ചെയ്തു? സാം അത് പോയി ചെയ്തു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇതായി. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. നമ്മളെല്ലാത്തിനും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കണം. ജോഷുവ ഡിഡ് ആസ് മോസസ് ടോൾഡ് ഹിം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ fought against Amalek, and Moses and Aaron and Hur went up to top of the hill. So it came about when Moses held his hand up that Israel prevailed, and when he let the hands down, Amalek prevailed. ഇതൊരു ഞാൻ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് എന്താണെന്നൊക്കെ. പക്ഷെ എനിക്കത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും ദൈവം. അത് മോശ കൈബന്ധിക്കുമ്പോ ഇസ്രായേൽക്കാരെ ജയിക്കും, മോശ കൈ താഴ്ത്തുമ്പോ ഇസ്രായേൽക്കാരെ തോൽക്കും. അതിന്റെ വളരെ ഈസി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള പ്രാർത്ഥന. ദൈവത്തിലുള്ള ആശ്രയം വെക്കുമ്പോ ഇസ്രായേൽ ജനം ജയിക്കും. മോശ കൈ താഴ്ത്തുമ്പോ, അതായത് ഇസ്രായേൽ കർത്താവിലുള്ള ആശ്രയം നിർത്തുമ്പോ ഇസ്രായേൽ ജനം തോൽക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവം അതുവരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ജോഷുവയില് യുദ്ധപ്രസിഡന്റുകളല്ലെങ്കിലും ഒരു ദിവസത്തെ സമയം കൊണ്ട് അവർ യുദ്ധം പ്രിപ്പറേഷൻ ചെയ്തിട്ട് അവർ യുദ്ധത്തിനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാളുകൊണ്ടും എല്ലാത്തോണ്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ യുദ്ധം ജയിക്കുന്നത് എങ്ങനെയാണ്? കൈ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് യുദ്ധം ജയിക്കുന്നത്. കൈ താഴ്ത്തുമ്പോൾ യുദ്ധം തോൽക്കും. നമ്മുടെ ജീവിതത്തിലും എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തില് എന്തുള്ള നമ്മളോട് പുട്ടപ്പത ആർമക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേഷ്യൻസ് 6 ഇതില് 18 അതില് ഇങ്ങനെ എല്ലാ ആർമകളും ഉണ്ട്. കുറെ നമുക്ക് എല്ലാം അറിയാം, വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും അവസാനം എല്ലാ ആർമകളും കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, മറന്നു പോകാതെ. എന്താ പറയണേ? അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവ് പ്രാർത്ഥിച്ചും അതിനായി യാചരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ ചിന്ത കാണിക്കും. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാ ആയുധങ്ങളും എല്ലാം ധരിച്ചാലും പ്രാർത്ഥന ഇല്ലെങ്കിൽ അതില് വേറൊന്നും വർക്കൗട്ടാവില്ല. നമ്മളും ദൈവമായിട്ടുള്ള കണക്ഷനാണ് ആ പ്രാർത്ഥന. നമ്മൾ എല്ലാം ഉണ്ടാവും, എല്ലാ എക്യുപ്മെന്റ്സും വചനമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടായാലും അത് നടക്കില്ല. അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് കൈ പൊന്തിക്കുമ്പോൾ, കർത്താവിനെ ആശ്രയിക്കുമ്പോൾ യുദ്ധം ജയിക്കും, കൈ താഴ്ത്തുമ്പോൾ യുദ്ധം തോൽക്കും. അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥിരം പരിപാടികളാണിത്. ഇപ്പോ പ്രകാശനം ആയിരിക്കും അമേരിക്കയിലെ ഏറ്റവും അടിപൊളി ബോംബർ സംഭവം എന്ന് പറയും. ഇറാനിലൊക്കെ ഉപയോഗിച്ചത് B2. ബോംബ് ബസ്റ്റർ ബോംബ് ഒരു ഇതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. വിസാല പോലെ ഇരിക്കും. അത് ഭയങ്കര തിന്ന. അതിന്റെ പ്രത്യേകത റാഡാർ സിസ്റ്റത്തിനൊന്നും കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ലോകത്തിൽ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജികളുള്ള ഇത്. അതൊക്കെയാണ് ഇറാനിലൊക്കെ അവർ പോയി ഉപയോഗിച്ച് ന്യൂക്ലിയർ മിസൈൽസ് എല്ലാം തകർത്തത്. പക്ഷെ ഇവരത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ടും യു എസ് ഉപയോഗിച്ചൊരു സംഭവം ഇറാനിലത്തെ കോംസ്, അത് കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ അല്ലെങ്കിൽ റേഡിയോ കോംസ്, ഇതൊക്കെ ഒന്ന് വേരിയേഷൻസ് വരുത്തി. കാരണം ഈ റാഡാർ സിസ്റ്റത്തിൽ പെടാണ്ടിരിക്കാൻ. അതായത് അമേരിക്കയിൽ ഇത്ര വലിയ സാധനമുണ്ട്, പക്ഷെ അതിനോട് മുമ്പ് അവർ ചെയ്ത പ്രവൃത്തി ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ജസ്റ്റ് ഒന്ന് മാറ്റാം. അത് മാറ്റിയ ശേഷമാണ് അതിനെ വിട്ടത്. കാരണം അത് മാറ്റി കഴിഞ്ഞാൽ ഇറാനിന്റെ സെൻസറുകൾക്ക് അത് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും നമ്മളെ നമ്മളെ പിശാച് ആക്രമിക്കുന്ന ഒരു വലിയൊരു ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഒന്ന് തടസ്സപ്പെടുത്താം. ജസ്റ്റ് ഒന്ന്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കർത്താവുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ
അതുപോലെ പിശാചിന് കയറി വരാൻ പറ്റും. അത് പിശാചിന് എത്രയോ വലിയ ഇപ്പൊ B2 എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന് ഒന്നും പറ്റില്ല. പക്ഷെ അതിലൊന്നും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അതോടെ കയറി വരാൻ പറ്റും, ബോംബിടാൻ പറ്റും, നമുക്ക്. അപ്പൊ നമ്മളിത് ഒരിക്കലും മറക്കരുത്. പിശാചിന്റെ നമുക്ക് ലോകത്തിൽ ഇഷ്ടംപോലെ കാണാം. World War I, World War II, ഇതൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അതിലൊക്കെ കാണാൻ പറ്റിയെങ്കിൽ പിശാചിന് അറിയാണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ നമ്മളുടെ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടും പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ചർച്ചിന്റെ പേര് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, പെർത്ത് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ്. അതിൽ തന്നെ പറയാറുണ്ട്. പിന്നെ നമ്മളെ കൈ കുടിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ചർച്ചിൽ അങ്ങനെ എക്സ്പീരിയൻസ് അറിയാം. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയാ, കർത്താവോട് കൂടുതൽ അടുക്കുന്നതും ഒക്കെ സന്നിധിയിൽ നിൽക്കുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ പറഞ്ഞു പോകാണ്ടിരിക്കുക. പിന്നെ ഇതിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയുന്നത് 14ാമത്തെ സെന്റൻസിൽ then Lord said to Moses, so Joshua overwhelmed Amalek and his people with edge of the sword. Then the Lord said to Moses, write this in a book as a memorial and recite it to Joshua, that I utterly blot out the memory of Amalek from under heaven. Moses built an altar and named it, the Lord is my banner. And he said, the Lord has sworn, the Lord will have war against Amalek from generation to generation. ഇതിൽ പറയുന്ന കാര്യം എന്താ, ജോഷുവ ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് കർത്താവ് ബുക്കിൽ എഴുതാൻ പറയണം ഒരു വ്യക്തിയോട്, മോശയോട് പറയുന്നത്. ആദ്യമായിട്ട് ഒരു ബുക്കിൽ എഴുതാം. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരാൾ പറഞ്ഞ ബുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിതിനാണ് ബുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ബുക്കുണ്ടാകുന്ന ആദ്യം നോക്കണം, അതുപോലെ പാൻ എടുക്കണം, എന്നിട്ട് എഴുതണം, ടോപ്പ് തോരണം, കുറെ സ്റ്റെപ്സുകളുണ്ട്. പണ്ട് ഇതാണ് ബൈബിളിൽ ആദ്യമായിട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. അപ്പോ മോശ എന്തോരം കഷ്ടമാണ്. ആ സമയത്ത് ബുക്ക് നമ്മുടെ പേപ്പറൊന്നുമില്ലല്ലോ, അതെന്തായാലും വല്ല സ്റ്റോണോ അല്ലെങ്കിൽ വല്ല സ്കിന്നൊക്കെ ആയിരിക്കും. അതെന്നെ കുറച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ടായിട്ടും എഴുതിണ്ടാവാം. അതങ്ങനെ പറഞ്ഞാൽ അത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, അത് കർത്താവ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാണ്. ജനറേഷൻസ് ടു ജനറേഷൻസിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്. കർത്താവ് വിജയം നൽകുന്നത് നിങ്ങളുടെ കാര്യങ്ങളോണ്ടോ ഒന്നല്ല, കർത്താവിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് മാത്രമാണ്. അത് പ്രത്യേകം എഴുതി വെക്കുക. അത് ആ സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയത്തും അത് വളരെയധികം അത് ഇപ്പോഴും പ്രാബല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ പറയണ, ഇവിടെയാണ് പിന്നെ നമ്മൾ ഈ ഇത് യഹോവ നിസി, നമ്മുടെ ബോർഡിൽ അവിടെ വെച്ചിട്ടുണ്ട് യഹോവ നിസി. അത് വരുന്നത് ഇവിടെ നിന്നാണ്, യഹോവ നിസി. ലോർഡ് ഈസ് മൈ ബാനർ, ലോർഡ് ഈസ് മൈ. നമ്മളിപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മള് സാധാരണ ഒരു മനുഷ്യരല്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആർമീസ് ഓഫ് ഗോഡാണ്. നമ്മളിപ്പോ ഷർട്ടും പാന്റും അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു ലിവിങ് ഗോഡിന്റെ മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും മാറ്റം ഉണ്ടാവണം. അപ്പം നമ്മുടെ ബാനർ എന്തായിരിക്കണം? നമ്മുടെ ബാനർ ലോർഡ് ഈസ് മൈ ബാനർ, യഹോവ നിസി. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. യഹോവ നിസി, ലോർഡ് ഈസ് മൈ ബാനർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമേരിക്കയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അമാലിക്കർ എന്ന് പറയുമ്പോ എപ്പോഴും ആലോചിക്കുക, സാത്താൻ, പിശാച്. അമാലിക്കരും പിശാചും ഓരോ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പം അത് ഒരിക്കലും മറന്നു പോകാതെ ഇരിക്കുക. ഈ അമാലിക്കരുടെ കാര്യം പറയുമ്പോ അമാലിക്കര് കുറെ തവണ ഇതിൽ വന്നു പോയിരിക്കും ബൈബിൾ. ഇതാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ വരുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. അമാലിക്കര് പിന്നെയും വരുന്നുണ്ട്. ഈ നമ്മൾ ഇന്നലെ ലീഗാന്റെ ക്ലാസ്സിൽ കേട്ടിരുന്നു, 12 പേരെ വിട്ടു ദേശപരിശോധനയ്ക്ക്. 12 പേരെ കാനദേശം പരിശോധിക്കാൻ വിട്ടു. അവര് വന്നിട്ട് 2 പേരെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും 2 പേരെ ഒഴികെ ബാക്കി എല്ലാവരും എന്ത് പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ആക്കിമീൻ ജനതകളുണ്ട്, ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം എന്നിട്ട് ഇവര് എന്ത് ചെയ്തു, ഇവര് ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യോശുവേനെയും കാലേബിനെയും മോശേനെയും ഇവരെല്ലാവരും ആക്രമിക്കാൻ കല്ലെടുത്ത് തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുമ്പോ കർത്താവ് ഇടപെട്ടു. കർത്താവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് 20 വയസ്സിന് മുകളിലുള്ള ഒരാളും കാനദേശയിൽ കയറില്ല. 20 വയസ്സിനടിയിലുള്ളതും യോശുവിൻ കാലം മാത്രമാണ് ഇനി കാനദേശയിൽ കയറുള്ളൂ. അപ്പൊ ഇവർക്ക് ഭയങ്കര ദുഃഖമായി. അത് വായിച്ചെങ്കിൽ അവർക്ക് ഭയങ്കര ദുഃഖമായി. അവർക്ക് ദുഃഖമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സംഘടന ഞങ്ങൾ ആദ്യ രാവിലെ ഞങ്ങൾ ഇനി കർത്താവ് അന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകും. ഞങ്ങൾക്ക് ഇനി മാനസാന്തരപ്പെട്ടു, ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖം വന്നു, ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകും. അപ്പൊ അറ്റാക്ക് ചെയ്യുമ്പോൾ മോശം അവരോട് എന്ത് പറയും,
മോശ പറഞ്ഞു, നിങ്ങളില്ല അറ്റാക്ക് പോയിട്ട് കാര്യമില്ല, കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല. ഈ സെയിം അമാലേക്കരെയാണ് അവിടെ വരുന്നത്. ഈ സെയിം അമാലേക്കരുടെ അടുത്തേക്ക് ഇവര് ഫുൾ ഈ സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ടത് ഇവരെ പിന്നിൽ നിന്നും ആക്രമിച്ചൊക്കെയാണ് അമാലേക്കര് ഇവരെ കീഴ്പ്പെടുത്താൻ നോക്കിയത്. പക്ഷെ കുറച്ച് നേരം നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം ഫുൾ എക്യൂപ്ഡ് ആയ ഒരു സമയത്താണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോണ അമാലേക്കര്. ആ സമയത്ത് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയത്ത് ദൈവം അവരുടെ കൂടെയില്ല. ദൈവം അവരുടെ കൂടെയില്ലാതെ ഫുൾ എക്യൂപ്ഡ് ആയിട്ട് അവരവിടെ പോയപ്പോ അവരെല്ലാവരും തോൽക്കപ്പെട്ടു. അവർക്ക് ജയിക്കാൻ പറ്റില്ല, അവരെല്ലാരും ഓടി. അപ്പൊ അത് നമ്മൾ അറിയിക്കുന്നത് കർത്താവ് ഉള്ളതാണ്, കർത്താവായിട്ടുള്ള ബന്ധം. നമ്മളിൽ എന്ത് ബൈബിളിൽ നമ്മൾ കുറെ പഠിച്ചാലും മനസ്സിലാക്കിയാലും ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, പ്രാർത്ഥനാ ജീവിതം അതില്ലെങ്കിൽ നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല. അതാണ് അത് എപ്പോഴും അമേരിക്കയുടെ പ്രത്യേകതകൾ ഈ സാധാരണയായിട്ട് ഭയങ്കര യൂസ് ആണ്. അപ്പൊ നമ്മൾ അത് എപ്പോഴും അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അമേരിക്കയിൽ കാണുന്നത് എവിടെയാ? പിന്നെ അമേരിക്കയിൽ കാണുന്നത് നമുക്കറിയാം, ഇസ്രായേൽ ജനം ഇവിടെ എത്തും, കാനാൻ ദേശം അവസാനം എത്തുമ്പോ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുമ്പോ തെറ്റുകൾ ചെയ്യാൻ പോകും. അവര് സാധാരണ രീതിയാണ് തെറ്റുകൾ. അപ്പൊ ഇസ്രായേൽ ജനത്തിൽ ഓരോ ആൾക്കാരെ വന്ന് ഭരിക്കാൻ തുടങ്ങും. അങ്ങനെ ഭരിക്കാൻ തുടങ്ങുമ്പോ ഇസ്രായേൽ ജനം വീണ്ടും കരയാൻ പോകും. അപ്പൊ അവർക്ക് ന്യായാധിപന്മാരായിരിക്കും. അങ്ങനെ ഒരു ന്യായാധിപനായിരുന്നു ആര്? ഗിദെയോന്റെ സമയത്ത് ആൾക്കാരെല്ലാവരും എന്തായിരുന്നു? അമാലേക്കര് അവിടെ വന്നിട്ട് അവിടെ പറയുന്നത് ജഡ്ജസിന്റെ സമയത്തൊക്കെയാണ് അത് പറയുന്നത്. അത് വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അവിടെ പറയുന്നത് വെട്ടുകിളികളുടെ അത്ര ആൾക്കാരാണ് അമാലേക്കരായിട്ട് അവിടെ കിടക്കേണ്ടത്. വെട്ടുകിളികളുടെ അത്ര ആൾക്കാർ വന്നിട്ട് ഇസ്രായേൽ ആക്രമിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന ഫുഡും അഗ്രികൾച്ചറൊക്കെ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ഫുഡെല്ലാം വന്ന് അമാലേക്കരും പിന്നെ ഒരു ടീം കൂടി ഉണ്ടായിരുന്നു പോയി അവര് വന്നിട്ട് ആക്രമിക്കുകയാണ്. അപ്പം അവരെ ആക്രമിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും കർത്താവിലേക്ക് അവര് കരയും. അപ്പോ കർത്താവ് ഗിദെയോനെ അയച്ചു കൊടുക്കും. അപ്പൊ ഗിദെയോൻ ഈ ഞാനിത് പറയാൻ കാരണം ഈ അമാലേക്കർക്കുള്ള യുദ്ധം മൊത്തം മനുഷ്യരുടെ കാര്യങ്ങൾ കൊണ്ടല്ല ജയിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതിലെല്ലാം ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഒരു കർത്താവിന്റെ ഒരു പ്രവൃത്തി നമുക്ക് അതിൽ കാണാൻ പറ്റും. ഗിദെയോന്റെ ഈ സമയത്തില് ഗിദെയോൻ വരുമ്പോ ഗിദെയോൻ തീരുമാനിക്കും, ഓക്കെ ഗിദെയോനോട് കർത്താവ് ഇടപെടും. ഗിദെയോൻ തീരുമാനിക്കും, ഓക്കെ നമുക്ക് എല്ലാ ഗോത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടാം. അങ്ങനെ ഗിദെയോൻ കുറെ ആൾക്കാരെ പിടിച്ചു കൂട്ടും, നമുക്ക് പോയി അറ്റാക്ക് ചെയ്യാനായിട്ട്, അമാലേക്കരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അവരങ്ങനെ പിടിച്ചുകൂട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോ കർത്താവ് പറയും, ഇത് കുറെ ആൾക്കാരുണ്ട്, ഇത്ര പേരുടെ ആൾക്കാരുണ്ട്. ഇത്ര പേരുടെ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ ശരിക്കും നിങ്ങളുടെ ശക്തി കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. അപ്പോഴും കർത്താവ് അവിടെ കാണിച്ചു കൊടുക്കുന്നതാണ്, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങൾ ജയിക്കുന്നത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത്ര പേരുടെ ആൾക്കാർ വേണ്ട, കുറച്ച് കുറയ്ക്കാം, പേരുള്ളവരുടെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു 22,000 പേര് പോയി, ബാക്കി ഒരു 10,000 പേര് മാത്രമായി ആക്രമിക്കാൻ റെഡിയായിട്ടുള്ള ഇസ്രായേൽ ജനം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇതും കൂടുതലാണ്, ഇത്ര പേർക്ക് വേണ്ട, ഇത്ര പേർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ തന്നെ പറയും, എന്ത് പറയും, നിങ്ങളുടെ ഫലം കൊണ്ടാണ് ജയിച്ചത്. അപ്പം അവരൊരു ടെസ്റ്റ് ചെയ്യും. അതായത് നമുക്കറിയായിരിക്കും, മുട്ടുകുത്തി വെള്ളം കുടിക്കുന്നതും പട്ടിയെ പോലെ വെള്ളം കുടിക്കുന്നതും ടെസ്റ്റിങ് ചെയ്യും. അപ്പൊ അതില് അവസാനം ജയിക്കുന്നത് 300 പീപ്പിളാണ് അവസാനം ജയിക്കുക. ഈ 300 പീപ്പിളായിട്ടാണ് ഗിദെയോൻ അപ്പൊ അതിനെല്ലാം എനിക്ക് കാണാനില്ല, അതിങ്ങനെ ഒരു എണ്ണാൻ പറ്റാത്തത്ര അമാലേക്കർക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാണ് ആ സ്ഥലത്ത്. അത്ര പേർക്ക് ആൾക്കാരുടെ അടുത്തേക്ക് 300 പേരായിട്ട് പോവാണ്. എണ്ണാൻ പറ്റാത്ത കുറെ ആൾക്കാരുടെ അടുത്തേക്ക് 300 പേര് 300 പീപ്പിളായിട്ട് പോവാണ് ആക്രമിക്കാൻ വേണ്ടിട്ട്. ഇവര് പോകുന്നത് എങ്ങനെയാണ്? ഒരു കയ്യില് ഒരു കുടത്തിനുള്ളിൽ തീ, മറ്റേ കയ്യിൽ ഒരു കാഹളം. എന്നിട്ട് അവര് ആക്രമിക്കുമ്പോ അവരാക്രമിക്കില്ല, അവരവിടെ പോയിട്ട് എന്നിട്ട് 300 പേര് 100 പേരുടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവര് കാഹളതും ഈ കുടങ്ങൾ നിലത്തിടും. ഈ സമയത്തൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന അമാലേക്കര് പേടിച്ചിട്ട് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കൊലപ്പെടുത്തി ചാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് പറയണേ, അവിടെയും ഇവരുടെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല, അവിടെയും കർത്താവിന്റെ ഒരു പ്ലാൻ മാത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാനുള്ള കാര്യം, അമാലേക്കരുടെ അടുത്തുള്ള അടുത്ത യുദ്ധത്തിലും കർത്താവിന്റെ ഒരു പ്ലാനാണ് നടന്നത്. മനുഷ്യരുടെ ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല. കർത്താവിനുള്ള ആശ്രയമാണ് അമാലേക്കരുടെ അടുത്ത് വീണ്ടും ജയിക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ അമാലേക്കരുടെ അടുത്ത് കാണുന്നത് എവിടെയാ? അമാലേക്കര് പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. നമ്മുടെ ആദ്യത്തെ രാജാവായിരുന്ന ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗലിനോട് ശമൂവേൽ പറയും അമാലേക്കരെ പോയി കീഴ്പ്പെടുത്താം. അമാലേക്കരെ
കീഴ്പ്പെടുത്താൻ പറയും, ഫുള്ളായിട്ട് നശിപ്പിക്കാൻ പറയും. അത് നമ്മൾ ശ്രദ്ധിച്ചറിയും. വേറെ രാജ്യങ്ങളോടല്ല പറയണം, അമാലേക്കരോടുള്ള യുദ്ധമാണ് ചെയ്യാനായിട്ട് യഹോവ വഴി ശമൂലോട് പറയുന്നത്. നമുക്കത് പറയുന്നത് വായിക്കാം. 1 ശമൂവേൽ 15-ാം അധ്യായം 11-ാമത്തെ വചനം വായിച്ചത്. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈനികന്റെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളയുക. അപ്പോൾ ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി തെലായീമിൽ വെച്ച് അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേരൊഴികെ 2,00,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചപ്പോ അമാലേക്കര് ഇത്ര വലിയ ആൾക്കാരെ നമുക്കിപ്പോ മനസ്സിലാണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ശമൂവേല് വന്ന് സൗളിനോട് പറയാണ്, നിന്നെ രാജാവാക്കിയിരിക്കുന്നത് അമാലേക്കരെ തോൽപ്പിക്കാൻ വേണ്ടി കൂടിയിട്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കണം. അത്ര വലിയൊരു ഡീലാണ് കർത്താവിന് അമാലേക്കരായിട്ടുള്ളത്. അപ്പം ശൗലിനോട് പറയുന്നത് എല്ലാവരും നശിപ്പിക്കാൻ, ഒരാളെ പോലും ഒഴിച്ചിരിക്കാൻ പാടില്ല. കാള, പോത്ത് എല്ലാവരും, മനുഷ്യരെല്ലാവരും. എന്നിട്ട് നമുക്കറിയാം എന്ത് ചെയ്തു. ശൗല് പോയി ആക്രമിച്ചു. പക്ഷെ ശൗല് രാജാവായ ആഗാഗിനെ കില്ലിതില്ല, കൊന്നില്ല, അവിടെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് അവിടെ വന്ന ശമൂവേൽ പറയുന്നത്, നീ കർത്താവിന്റെ ഹിതം നിറവേറ്റാതെ നിന്റെ ഇഷ്ടം നിറവേറ്റതുകൊണ്ട് നിന്റെ രാജ്യത്വം മാറ്റിയിരിക്കുന്നു. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ നോക്കേണ്ടത് അമാലേക്കരോടുള്ള യുദ്ധമാണ്. ഇവിടത്തെ അമാലേക്കരുടെ യുദ്ധത്തില് കർത്താവിന്റെ ഒരു ഇതല്ല നടപ്പായ മനുഷ്യരുടെ, അതായത് ശൗലിന്റെ തന്നെ ഒരു പ്ലാനാണ് അവിടെ നടന്നത്. നമ്മുടെ ലൈഫിൽ ഇത് തന്നെയാണ്. നമുക്ക് പിശാച യുദ്ധങ്ങളുണ്ട്, നമ്മളത് ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല, പക്ഷെ ഇതുണ്ട്. നമ്മള് അത് കർത്താവിന് ഹിതം പോലെ ചെയ്യാതെ നമ്മൾ തന്നെ ഒരു പ്ലാൻ ഇട്ട് നമ്മൾ തന്നെ അറ്റാക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ജയിക്കില്ല, അത് തോൽക്കുള്ളൂ. നമ്മുടെ ഒരു പ്ലാനോ പദ്ധതികളോ ഒന്നുമല്ല സാത്താനെ തോൽപ്പിക്കാൻ പറ്റുക. കർത്താവിലുള്ള ആശ്രയം മാത്രമാണ് തോൽപ്പിക്കാൻ പറ്റുക. ഇവിടെ ശൗലിന്റെ സ്മാർട്ട്നെസ് വഴി എന്തോ ചെയ്യാൻ നോക്കി, പീപ്പിൾ എംബർസിന് എല്ലാത്തിനും വേണ്ടി. പക്ഷെ അത് കർത്താവിന്റെ ഹിതത്തിന് എതിരായിരുന്നില്ല, കർത്താവിന് ഹിതായിരുന്നില്ല. അതുകൊണ്ട് ശൗലിനെ ആ രാജ്യത്തിൽ നിന്ന് മാറ്റി ദാവീദിനെ കൊടുത്തു. അപ്പൊ വീണ്ടും അമാലേക്കരുടെ യുദ്ധത്തിൽ നിന്നാണ് അടുത്ത പ്രശ്നം നമ്മൾ കണ്ടത്. പിന്നെ വീണ്ടും അമാലേക്കര് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമാലേക്കര് വീണ്ടും വരുന്നത് എവിടെയാ? ഇനി ദാവീദ് രാജാവാകും. ദാവീദ് ഇന്നലെ അലിയോ പറഞ്ഞ ഒരു സംഭവമാണ്. ദാവീദ് രാജാവാകും. ദാവീദാണ് അനോയിന്റ് ചെയ്തപ്പെട്ട ആളെന്ന് ശൗൽ അറിയുമോ ശൗല് ദാവീദിനെ പിടിക്കാൻ വേണ്ടി നടക്കും. പക്ഷെ ദാവീദ് ഫിലിസ്തീയ രാജ്യത്ത് പോയിട്ട് അവിടെ കുറച്ചു കാലം താമസിക്കും. അതിനുശേഷം സിക്ലാക്കിലേക്ക് തിരിച്ചു വരും ദാവീദ് സിക്ലാക്കിലേക്ക് തിരിച്ചു വരുമ്പോ ദാവീദിന് കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ശൗലിനെ കൂടെ നിൽക്കാതെ ദാവീദിനൊപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ദാവീദ് കൂടി തിരിച്ച് ദാവീദ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പോ ദാവീദിന്റെ ഭാര്യമാര്, അതുപോലെ ദാവീദിനൊപ്പമുള്ള ആൾക്കാരുടെ ഭാര്യമാര്, മക്കള്, പ്രോപ്പർട്ടീസ്, പിന്നെ ലൈഫ് സ്റ്റോക്ക് എല്ലാം ആര് വന്ന് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകും? അമാലേക്കര്. വീണ്ടും വരുന്ന ആൾക്കാരാണ് അമാലേക്കര് ഇതുപോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അമാലേക്കര് വന്നിട്ട് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ എന്താ ദാവീദ് ചെയ്യാ? ദാവീദ് അവിടെ കരഞ്ഞിട്ട് ദാവീദും കൂടെയുള്ളവരും കരയും. ആ കരച്ചിലൊരു പ്രത്യേകത ഉണ്ട്. തളരും വരെ കരയുന്നാണ് പറഞ്ഞത്. തളരും വരെ കരയും. അപ്പ പണ്ട് ക്ലാസ്സിൽ കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് ആകർഷിക്കപ്പെട്ടത്. തളരും വരെ കരയണ ഒരു രീതി. അതായത് നമ്മള് ദാവീദ് അറിയാൻ മുമ്പ് യുദ്ധവീരനാണ്. ഇഷ്ടംപോലെ ആൾക്കാരെ കൊന്നു ഇങ്ങനെ വന്ന ഒരാളാണ്. ഇവിടെ തീരുന്നപ്പോ ഒന്നും ചെയ്യാനില്ല, കരയാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം തളർന്ന് കരയാൻ പോലും ഇനി ശക്തിയില്ല, അത്രയധികം തളർന്നു. ആ സമയത്ത് നമ്മുടെ ഇന്നലെ യുവനും കേട്ടു, കർത്താവിൽ ശക്തി പ്രാപിച്ചു. കർത്താവ് ശക്തി പ്രാപിച്ചിട്ട് ദാവീദും കൂടെയുള്ളവരും പോയിട്ട് എന്താണോ അവര് കൊണ്ടുപോയി അതെല്ലാം ഒന്നു പറയാതെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. അപ്പം അവിടെ നമ്മൾ എന്താ കാണുന്നത്? കർത്താവിലുള്ള ആശ്രയം, കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത്. കർത്താവിലുള്ള ആശ്രയം കൊണ്ട് മാത്രമാണ് വീണ്ടും ദാവീദിന് അമാലേക്കര് തോൽപ്പിക്കാൻ പറ്റിയത്. ഞാനിപ്പോഴും അമാലേക്കർ എന്ന് പറയാൻ കാരണം അതെപ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ, സാധാരണ തോൽപ്പിക്കാന്നുള്ള രീതിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി.
അപ്പം അങ്ങനെ ദാവീദ് അവിടെ അമാലേക്കരെ തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ചപ്പോഴും കുറച്ച് അമാലേക്കര് നമ്മൾ ആദ്യം വായിച്ച സമയത്ത് പറയുന്നുണ്ട്, എക്സോഡസ് 17 പറയുന്നുണ്ട്, കർത്താവ് ഈ ജനതയെ അമാലേക്കരെ ഉന്മൂലനാശം വരും, ഒരാളെ പോലും ശേഷിക്കാതെ എല്ലാവരെയും കളയുന്ന പറഞ്ഞിരിക്കണം. ഏറ്റവും അവസാനം വായിച്ച കാണാൻ പറ്റും. അപ്പം ഈ അമാലേക്കരെ തോൽപ്പിച്ച ദാവീദ് ആ സമയത്ത് കുറച്ച് അമാലേക്കര് വീണ്ടും രക്ഷപ്പെടും. അവര് കുതിരപ്പുറത്തോ എന്തോ ഓടി രക്ഷപ്പെടും. നമ്മളത് പിന്നെ വീണ്ടും കാണുമ്പോ പിന്നെ നമ്മൾ അമേരിക്കയിലേക്ക് എന്ത് ഒന്ന് ഫസ്റ്റ് ക്രോണിക്കൽസ് 4:42 ഒന്ന് വായിച്ചോ. ഫസ്റ്റ് ക്രോണിക്കൽസ് 4:42. സിമിയോനായ ഇവരിൽ 500 പേർ, പുത്രന്മാരെ ക്രിസ്ത്യാവ്, പിന്നെ നെയ്യാരിയാവ്, നേഫായാവ്, ഉസിയൽ എന്ന തലവന്മാരോടുകൂടെ സോയർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്ന് വരെ അവിടെ പാർക്കുന്നു. അപ്പം കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അമാലേക്കരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത്. അത് ഇവിടെ നിറവേറാണ്. എല്ലാ അമാലേക്കരെയും അവിടെ നശിപ്പിച്ച് കളയണം. ഫസ്റ്റ് ക്രോണിക്കൽസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ജനതയെ ഇടക്കിടക്കന്നെ വന്ന് ചെല്ലുപ്പെടുത്തി പ്രശ്നം ഉണ്ടാക്കുന്ന ഈ വ്യക്തികളെ പല പല ഇതുവഴി അവസാനം ഇവിടെ കർത്താവ് അവിടെ നശിപ്പിച്ച് കളയാണ് ചെയ്യണം. പക്ഷെ നമ്മള് ബൈബിൾ നോക്കുമ്പോ അമേരിക്കൻ ജനത ഒരു നേഷൻ പോലെ ഫുൾ നശിക്കപ്പെട്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് പിന്നെ ഒരു സ്ഥലത്ത് കൂടി നമുക്കത് കാണാൻ പറ്റും. ആരെങ്കിലും പറയാൻ പറ്റും? ഒരു പുരിം ഫെസ്റ്റിവൽ എസ്റ്ററിന്റെ പുസ്തകത്തില് നമ്മളൊരു 3 കഥാപാത്രങ്ങൾക്ക് നേരിട്ട് കാണും. മൊർദെഖായി, എസ്റ്റർ, ഹാമാൻ. ഈ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി അമാലേക്കേറ്റാണ്. അമാലേക്കേറ്റിന്റെ അഗാഗ് രാജാവ് ഉണ്ടല്ലോ, ശൗലിനോട് കൊല്ലാൻ പറഞ്ഞ രാജാവ്, ആ രാജാവിന്റെ ഡിസെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാമാൻ. അപ്പൊ ഹാമാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന? ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായത്, അവരോട് ഹാമാൻ എന്ന് പറയുന്നത് ഒരു മിനിസ്റ്ററാണ്, അഹസ്വേരോസ് രാജാവിന്റെ മിനിസ്റ്ററാണ്. അപ്പം ഇവര് ഡീൽ ചെയ്തിട്ടുണ്ടായത് ഒരു ദിവസം ഒരു പ്ലാൻ ചെയ്യും. ആ ഒരു ദിവസം സർവ്വ യഹൂദന്മാരെയും സർവ്വ ഇസ്രായേൽ മക്കളെയും എൻകലേറ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് എല്ലാവരും കൊന്നു കളയണം. അതായത് വീണ്ടും ഒരു അമേരിക്കൻ ജനതയല്ല, അമേരിക്കൻ വീണ്ടും വന്ന് പറയാണ്, അഹസ്വേരോസ് പേർഷ്യൻ രാജാവാണ്, ഒരു ദിവസം കൊണ്ട് എല്ലാവരെയും നശിപ്പിക്കണം എന്ന് പറയണം. അപ്പൊ ആ സമയത്ത് നമ്മള് കാണുന്നതാണ് മൊർദെഖായി, എസ്തർ, ഇവർ രണ്ടുപേരും അത്തരോടെ നിന്ന് ഹാമാൻ ആക്ച്വലി ഒരു കൊലമാരെ ഉണ്ടാക്കുന്നുണ്ട് മൊർദെഖായിനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ എസ്തറിന്റെയും മൊർദെഖായിന്റെയും ഒരു ഇടപെടൽ വഴി ഹാമാനെ അതിൽ തൂക്കിക്കൊല്ലാനുണ്ടാവും. അങ്ങനെ ആ ഒരു വീണ്ടും ആയിട്ടുള്ള അമേരിക്കൻ വീണ്ടും അവിടെ മരിച്ചു പോകാനുണ്ടാണ്. ആ അമേരിക്കനും ഒരു 10 പിള്ളേരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അവിടെയും ആ 10 പിള്ളേരും 10 സൺസ് എന്നാണ്, അവരെയും അവിടെ കൊന്നു കളയുന്നുണ്ട്. അങ്ങനെ നമ്മള് ഇവിടെ വരെ കാണുമ്പോ അമാലേക്കര് ഫുള്ള് കർത്താവ് നശിപ്പിച്ച് വളർന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളില് കർത്താവ് പൂർണ്ണമായിട്ട് ഇടപെടുന്നിടത്തെല്ലാം ഇവർക്ക് വിജയം കിട്ടും. പക്ഷെ നമ്മുടേതായ ഇഷ്ടങ്ങൾ എവിടെയെങ്കിലും കയറാണ്, അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കാതെ അമാലേക്കര് യുദ്ധം ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയൊക്കെ ഫെയിലിയറാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ യുദ്ധം എപ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും എന്താ പറയുക, ബി ഓൺ അലർട്ട്. നമ്മൾ അലർട്ടായി നമുക്ക് നമ്മുടെ വൈകുന്നേരം ഗ്യാതറിംഗ് ഉണ്ട്, അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. എപ്പോഴും ലോർഡ് ഈസ് മൈ ബാനർ, യഹോവ നിസി. പിന്നെ നമ്മളുടെ ജീവിതത്തില് ഇപ്പോ ഇതിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഈ നമ്മള് എക്സോഡസ് 17 നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ നമ്മൾക്ക് ഇത് കഥ പോലെ നമ്മൾ ഒരിക്കലും വായിക്കരുത്. ഇവരെല്ലാവരും ചെയ്യുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്യണം. മോസസ് പോയി അവിടെ നിൽക്കണു, മലർപോളിയിൽ നിൽക്കണു, കൈ ഉയർത്തണു, അതൊക്കെ ചെയ്യണം. അപ്പൊ മോസസ് ആണ് യോശുവോട് പറയണ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മള് ചിന്തിച്ചിട്ടുണ്ടായി എങ്ങനെയാണ് മോസസ് ഇതൊക്കെ പറയാൻ പറ്റണെന്ന്. മോസസ് അവിടെ നിൽക്കുമ്പോ മോസസിന്റെ കയ്യിൽ ഒരു വടി ഉണ്ട്. മോസസിന്റെ ഒരു വടി നമുക്കെല്ലാം അറിയാം ആ വടിയെ കുറിച്ചിട്ട്.
മോസസിന്റെ വടിയിലെ പ്രത്യേകത എന്താ? മോസസ് ദൈവമായിട്ട് ആദ്യമായിട്ട് ഇടപെട്ടപ്പോൾ ആ വടി കൂടെയാണ് കർത്താവ് അത്ഭുതങ്ങൾ കാണിച്ചത്. വടിയിനെ പാമ്പാക്കി മോസസ് അത് കണ്ടു. ആ വടി പിന്നെ അവിടെ ഈജിപ്തിൽ ഉപയോഗിച്ചിട്ട് പല പല അത്ഭുതങ്ങൾ മോസസ് ചെയ്തു. ചെങ്കടലിൽ ഉണ്ടാക്കി. അപ്പൊ മോസസ് ആ വടി ഉയർത്തുമ്പോ മോസസിനെ അറിയാം കർത്താവ് മോസസിന്റെ കൂടെയുണ്ട്. ആ ഒരു ബിലീഫ് മോസസിന്റെ കൂടെയുണ്ട്. നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമുക്ക് ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഇതൊക്കെ ഞാനിപ്പോ പറയുന്നുണ്ടെങ്കിലും നമ്മള് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര ഒരു ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. നമുക്ക് അതിൽ ശരിക്കും ഒരു ബിലീഫ് ഉണ്ടോന്നാണ് ഞാൻ ചെക്ക് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ നിതിൻ ചേട്ടനോട് കുറച്ച് പൈസ ചോദിക്കുകയാണ്, കടം ചോദിക്കാതിരിക്കും. എനിക്ക് ആളെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആൾ എനിക്ക് കടം തരും, എനിക്കത് ഉറപ്പാണ്. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മറ്റന്നാൾ കുറച്ച് പൈസ ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് പൈസ വേണം. എനിക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും. അല്ല എന്റെ കാര്യമല്ല, അങ്ങനെ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവാം. എപ്പോഴും ഡൗട്ടാണ്, തരുമോ തരില്ലേ. കർത്താവിനോട് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിലീഫ് അങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കർത്താവിന് ശരിക്കുള്ള ഒരു ബിലീഫ് ഉണ്ടാവും. എനിക്ക് ശരിക്കും ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ പറയണേ എനിക്ക് അതങ്ങള് ഓക്കെ നമുക്കത് കാണാൻ പറ്റണില്ലല്ലോ. കർത്താവ് ഉണ്ട്, കർത്താവില് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാനില്ല. ഇവിടെ മനുഷ്യരെ കാണാണ്ട് മനുഷ്യരോട് ഇപ്പൊ എന്തെങ്കിലും പൈസ വെച്ചാൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെച്ചാൽ നടക്കും. പക്ഷെ കർത്താവ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് അഷ്യൂരിറ്റി വരുത്താൻ പറ്റും, അത് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമെന്നുള്ളത് എങ്ങനെ അഷ്യൂരിറ്റി വരുത്താൻ പറ്റുന്നത് ചിലവരുടെ ഇങ്ങനെ മനസ്സിലുണ്ടാവുമായിരിക്കും. അപ്പം അതിനുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ബിലീവ് ചെയ്യാൻ തുടങ്ങണം. നമുക്കറിയാം ഇസ്രായേൽക്കാര് എല്ലാവരും കാനാദേശത്തെത്തിയിട്ട് നിൽക്കുമ്പോ ഒരു ജൈന്റ് വന്നു, ഗോലായത്ത്. നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു കഥയാണ്. ഗോലായത്ത് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹെവൻലി ആർമീസ് ആണല്ലോ നമ്മൾ പറയണത്. നമ്മുടെ ഹെവൻലി ആർമീസ് ഇസ്രായേലിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോലിയാത്ത് വന്ന് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 5 അല്ല, 10 അല്ല, 20 അല്ല, 30 അല്ല, 40 ദിവസം രാവിലെയും പകലും രാവിലെയും വൈകുന്നേരം വന്ന് യേശു ദൈവത്തെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം വന്നിട്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാരും പേടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂടി ചെയ്യാൻ പറ്റിയത് നമ്മുടെ ദാവീദിനാണ്. അപ്പം ദാവീദ് എന്താ പറയണേ? ദാവീദിനോട് ചോദിക്കും എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് സിംഹം വന്നു, കരടി വന്നു, ഇവരെന്റെ ആടുകളെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ അവരെ പിന്നാലെ ചെന്ന് ആടുകളെ ഞാൻ തിരിച്ചെടുക്കും. അവരെന്റെ നേരെ ആക്രമിക്കുമ്പോ ഞാൻ അവരെ പിടിച്ചു കൊല്ലും. ഈ ആടുകളെ രക്ഷിച്ച, ഈ സിംഹത്തിനെയും കരടിയെയും രക്ഷിച്ച എന്റെ യഹോവ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം അവിടുത്തെ വിശ്വാസ പ്രയോഗമാണ് എനിക്ക് പറയാനുള്ളത്. ദാവീദിന് അത്ര വിശ്വസിക്കാൻ പറ്റിയത് ദാവീദിന്റെ ജീവിതത്തില്. ദാവീദ് ഒറ്റയ്ക്ക് വാർക്കലേഖ സമയത്ത് കരടി വന്നു, സിംഹം വന്നു. ആ സമയത്ത് ദാവീദ് ഒറ്റയ്ക്ക് പോയി ഇടപെട്ട നിമിഷങ്ങളുണ്ട്. ആ സമയത്ത് കർത്താവ് ദാവീദിന് വിജയം കൊടുത്തു. ആ സമയങ്ങളിലുണ്ടായ വിജയം ദാവീദിന് മനസ്സിലാക്കാൻ പറ്റി. കർത്താവാണ് എന്നെ വിജയിപ്പിച്ചത്. ആ ഒരു വിജയം ബോധ്യം ദാവീദിന് കിട്ടിയപ്പോ പിന്നെ വലിയൊരാൾ വന്നപ്പോ ഗോലായത്തൊക്കെ വന്നപ്പോ ദാവീദിന് ഒന്നുമല്ല. കാരണം ഈ മുമ്പുണ്ടായ ചെയ്ത കാര്യങ്ങള് ഇപ്പോഴും ദൈവം എന്നെ ജീവിക്കുന്ന ദാവീദിന് മനസ്സിലായി. ഇതിന് നമ്മുടെ ലൈഫിലും വേണ്ട. നമ്മുടെ ലൈഫില് എന്താ പറയാ, നമ്മുടെ ലൈഫ് ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു ലൈഫ് അല്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പൊ കുറെ സൗകര്യങ്ങളുണ്ട്, കുറെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ ജനത്തിന് വിഷ്ണു അവര് എന്ത് ചെയ്തു? അവര് അവസാനം കർത്താവ് ഫുഡ് കൊടുത്തു. ഇപ്പൊ നമുക്ക് വിഷ്ണു നമ്മൾ ഉപയോഗിച്ചു കൊടുത്തു. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫുഡ് കിട്ടി, നമ്മൾ ഫുഡ് കഴിക്കും. പണ്ട് ഫുഡ് കിട്ടുമ്പോൾ എന്തായി? ആൾക്കാർ പ്രാർത്ഥിക്കും, താങ്ക് ഗോഡ് ഫോർ ഗിവിംഗ് ദിസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അവർക്ക് എപ്പോഴും ഒരു പ്രൊവിഡൻസ് കർത്താവിന് കിട്ടുന്ന കാര്യം അവർക്ക് എപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം കൂടുമ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറെ കാര്യങ്ങൾ മാറ്റാൻ സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാകുമ്പോ
നമുക്ക് കർത്താവിന്റെ ബിലീഫ് ഓട്ടോമാറ്റിക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് കിട്ടും. അപ്പൊ വലിയൊരു കാര്യം വരുമ്പോ നമുക്ക് പിന്നെ പതായി ഇനി എന്താ ചെയ്യണം, ചെയ്യാൻ പറ്റില്ല, ആകെ പേടിക്കലായി, മനുഷ്യരുടെ അടുത്ത് മാത്രം നോക്കി. ഇപ്പൊ വേറെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് 2025 അവസാനം, ചാറ്റ് ജിപിടി ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ മനുഷ്യര് കുറച്ചെങ്കിലും മനുഷ്യരോടെങ്കിലും ചോദിക്കും ഇതിനെ കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. ഞാനിപ്പോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാണ്, ഒരു പ്രശ്നം വരുത്തല്ല. ഇപ്പൊ എന്താ പറയുക, ഒരു കോൺട്രാക്ട് ചാറ്റ് ജിപിടി ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചാറ്റ് ജിപിടി പറഞ്ഞിട്ട് ഓക്കെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, നോക്കിയാൽ മതി, സൈൻ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ മുള പോലെ തോന്നും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സമയത്ത് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്ര വരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. ഡോക്ടറെ എത്തി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ഓക്കെ ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുക, അപ്പൊ നമ്മൾ ഡോക്ടറെ എത്തിക്കാൻ വേണ്ട, പ്രാർത്ഥിക്കാൻ വേണ്ട, ഞാൻ ചാറ്റ് ജിപിടി ചോദിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചാറ്റ് ജിപിടി പറയാം പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവസാന നാളുകളില് നോളജ് വർദ്ധിക്കണം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഓക്കെ ചാറ്റ് ജിപിടി നല്ലതാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ കർത്താവിൽ നിന്ന് മാറ്റേണ്ട ഓരോരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ നല്ല ശീലങ്ങളായിരിക്കും, ആ ശീലങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റും. അപ്പൊ നമുക്ക് ആ ചെറിയ ചെറിയ കർത്താവിൽ വിശ്വസിക്കേണ്ട അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോ പിന്നെ വലിയൊരു പ്രശ്നം വരുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. കർത്താവ് വിളിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പാവോ, കർത്താവ് ഉണ്ടാവും, അങ്ങനത്തെ ചിന്തയിലേക്ക് വരും. നമ്മൾ ചർച്ച ചെയ്ത് വരുന്നതായിരിക്കും, പാട്ടുകളൊക്കെ പാടായിരിക്കും, പക്ഷെ പേഴ്സണൽ ആയിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അത് എപ്പോഴും നമുക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം പറയാം. ലൈഫിൽ ഞാൻ പണ്ട് ഇതുപോലെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചി ഫോർ എക്സാമ്പിള്, ചേച്ചി 10ാം ക്ലാസ് വരെ പഠിച്ചു നാട്ടില്. ചേച്ചി സെയിം സ്കൂളിലാണ് പഠിച്ചത്, ചെറുപ്പം മുതല് 10ാം ക്ലാസ് വരെ സെയിം സ്കൂളിൽ. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചപ്പോ 5 സ്കൂളിലാണ്. അത് പറയുന്നത് മാറ്റങ്ങള് കുറെ എന്റെ പഠനം കൊണ്ടുമാണ്. ഞാൻ ചില എക്സാമൊന്നും എഴുതാൻ തന്നെ എനിക്ക് പറ്റിയിട്ടില്ല, പേടിയാ, ഏരിയ പാസ്സാവില്ല എന്ന് ഉറപ്പാ, അതിനെ പോയിട്ടില്ല. നമ്മള് ചില പോയിട്ടില്ല, ഒരു കാര്യം പോയിട്ടില്ല. എന്തിനാ പോയിട്ടൊക്കെ ഒരു തവണ എക്സാമിലേക്ക് പോയിരുന്നിട്ട് എനിക്കൊന്ന് എഴുതാൻ അവിടെ എടുക്കാം. അപ്പുറത്ത് നിങ്ങളെ നമ്മളിൽ എഴുതുമ്പോ ഞാനിരിക്കും, അപ്പുറത്ത് വേറെ സ്റ്റാൻഡേർഡിൽ ഒരാളായിരിക്കുന്നവര്, അപ്പൊ ഞാൻ ഇരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അപ്പുറത്തെ ആളെ എന്റെ പേപ്പർ എടുത്തിട്ട് എനിക്ക് എഴുതുന്നു. എന്നിട്ടാണ് ഒരു എക്സാം ഞാൻ പാസ്സായത്. ആ ഒരു എക്സാം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, ആ എക്സാം മാത്രമാണ് പാസ്സായത്. മൊത്തം ഫെയിലിയറുകൾ മാത്രം. പക്ഷെ ആ സമയത്ത് തന്നെ എന്തുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹം പഠിക്കണം, വലിയ മറ്റേ സിനിമകളൊക്കെ പണ്ടുണ്ടല്ലോ, കൂട്ടുകുടുംബമായിട്ട് നിൽക്കണോ, ഒരാൾ പഠിച്ചു വലുതാവണോ, എല്ലാവരും കല്യാണം കഴിച്ചു കൊടുക്കണോ, അങ്ങനത്തെ ഒരു ചിത്രമാണ് എന്റെ മനസ്സിലുള്ളത്. ഞാനൊരു മൂത്ത പുത്രൻ എന്തെങ്കിലും ഞാൻ ചെയ്യണം, പാരന്റ്സിന് വിശ്രാമം കൊടുക്കണം, ചേച്ചിയുടെ മാനവരെയും കല്യാണം നടത്തണം, ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് എന്റെ മനസ്സിലുള്ളത്. പക്ഷെ ഈ സാധനം പഠിച്ചിട്ട് കിട്ടണില്ല. കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഞാൻ കോപ്പടിയും പരിപാടികളൊന്നുമില്ല, കോപ്പടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ എനിക്ക് വളരെ എനിക്ക് കുറച്ച് ചെയ്യാറുണ്ട്, കോപ്പടിക്കുക എന്നുള്ള ശീലമൊക്കെ എനിക്കുണ്ട്. അപ്പൊ പക്ഷെ നമ്മുടെ ക്ലാസ്സുകളെല്ലാവരും കോപ്പടിയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്, അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഒരു കേരള കൾച്ചർ അറിയാമല്ലോ, ഫുള്ളും അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഞാനൊരു ദിവസം അങ്ങനെ ഇരിക്കാം, പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്. ടീച്ചർ വന്ന് കുറച്ച് വന്നു, എന്റെ അപ്പുറത്തേക്ക് രാജകീയ ഇപ്പുറത്തെ രാജകീയ. എന്നിട്ട് പരീക്ഷ എത്താനായിട്ട് പേപ്പറെല്ലാം മറച്ച് വയ്ക്കുക. ടീച്ചർ പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വയ്ക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞു ഓക്കെ പേപ്പർ ഫ്രണ്ടിലേക്ക് വെക്കണം. അപ്പൊ നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ക്വസ്റ്റ്യൻ നോക്കിയപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്കൊരു സംശയം. പക്ഷെ ഞാൻ കോപ്പി അടിക്കാറില്ലല്ലോ, പക്ഷെ എനിക്കത് കോപ്പടിയായിട്ട് തോന്നിയില്ല. ഞാൻ ആ പ്രതികളൊക്കെ എന്തൊക്കെയാണ് തുറന്ന പക്ഷെ ഞാൻ അതാണ് കോപ്പടി എന്നുള്ള ചിന്ത എനിക്ക് ആ സമയത്ത് എനിക്ക് വന്നിട്ടായിരുന്നില്ല. ഞാനിതിൽ പ്രൊഫഷണൽ ആകാത്ത കാരണം, ഇത് ആദ്യമായിട്ട് ചെയ്യാനായ കാരണം, ടീച്ചർ ആ സമയത്ത് അത് കണ്ടു, കൈ ഉടനെ പിടിച്ചു. ടീച്ചർ പറഞ്ഞ എഴുതാൻ പറഞ്ഞു, എന്നോടല്ല എഴുതാൻ പറഞ്ഞു, എന്റെ അപ്പുറത്തെ ചെക്കനോട് എഴുതാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു എന്നിട്ട് സംസാരിച്ചു ചോദിച്ചു. അപ്പൊ ഞാനിവിടെ വിറച്ചിരിക്കുക. എനിക്ക് എന്താ ഞാൻ, കാരണം എന്റെ പ്രിൻസിപ്പൾ വഴി കോപ്പടിക്കാൻ പാടില്ല. ഞാനിപ്പോ ഇത് കോപ്പടിയാന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ടീച്ചർ പിടിച്ചു. അപ്പൊ അവരോട് ചോദിച്ചു എന്തിട്ട് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഇവൻ ഫിസിക്സിന്റെ സ്പെല്ലിംഗ് ചോദിച്ചാന്ന് പറഞ്ഞു. ഞാൻ ദൈവം എങ്ങനെ പറയാൻ പറ്റും, അവൻ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു.
അപ്പൊ അപ്പോഴാണ് നോക്കിയ ഫിസിക്സ് ഞാൻ ഈ സ്പെല്ലിംഗ് അത് തന്നെയായിരുന്നു. അപ്പൊ അതൊരു ആ സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു. ദൈവം ഇത് എന്തൊക്കെ ഉണ്ടായി, ഞാനിപ്പോ കോപ്പിയടിക്കും കയറിയ പാടുകൾക്ക് ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മളെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ ഞാൻ കത്തണ്ടോ അപ്പൊ പറഞ്ഞു എനിക്ക് തീരെ അതൊക്കെ ശ്രദ്ധിച്ച് ഞാൻ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ മാർക്കിലൊന്നും അങ്ങനെ ഇമ്പ്രൂവ്മെന്റുകളൊന്നും വരുന്നില്ല. ഇതൊക്കെ ഫെയിലിംഗ് മാത്രമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്താണ് നമ്മളെ ചർച്ചില്, തൃശ്ശൂർ ചർച്ചില് നമുക്ക് പാസ്റ്റർ അവിടുത്തെ മൂപ്പൻ ജോൺസ്റ്റൺ റോസ്ലാൻഡി അവര് നോക്കുന്ന അവരുടെ മോളുടെ കല്യാണം നടക്കുന്നത്. മോളുടെ കല്യാണത്തിന് വരുന്ന പയ്യൻ സിബു എന്നാണ് ആളെ പേര്. ആളെ എഞ്ചിനീയറാണ്. അപ്പം ഞാൻ ആളെ എഞ്ചിനീയറാണ്. അപ്പൊ എന്റെ ആഗ്രഹം ഒരു എഞ്ചിനീയർ ആവണമെന്നുള്ള ചിന്തയാണ്. അപ്പൊ ഞാൻ കല്യാണത്തിന് പോയി. അപ്പൊ ആളിങ്ങനെ ഒന്ന് പറഞ്ഞ സാക്ഷിയായിട്ട് പറയണ കല്യാണത്തിന് മുമ്പ് ഞാൻ പഠന സമയത്ത് എന്നെ കർത്താവിൽ കുറെ ആശ്രയിച്ചിരുന്നു പഠിക്കുന്ന സമയത്ത്. എന്നിട്ട് എന്നെ ഒരു സ്വാധീനിച്ചിരുന്ന ഒരു പാട്ടുണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞു പാടാം സാധ്യമായി എനിക്കൊന്നുമില്ല. അപ്പം ആ പാട്ട് ഞാൻ അവിടെ വെച്ച് ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കണം. സാധ്യമായിട്ട് നമ്മളിവിടെ പാടുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ പാട്ട് ആള് പറഞ്ഞു ഈ പാട്ട് ഞാൻ ആളെല്ലാ ദിവസം പാടും. എല്ലാ ദിവസം പാടും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആള് പാടിയിരുന്നു. എന്നിട്ട് കർത്താവ് ആളെ ജീവിതത്തിൽ വിജയം നൽകിയപ്പോ ഉണ്ടായൊരു പാട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടൊന്നും കയറുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിറ്റേ ദിവസം പോലെ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എന്നിട്ട് ഈ പാട്ട് അങ്ങോട്ട് പാടും. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളോ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളോ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ സാധ്യമേ യേശുവേ തുണയുള്ളതാ. സാധ്യമേ സാധ്യമേ യേശുവേ കൂടെയുള്ളതാ. ഈ പാട്ടാണ് ഞാൻ പാടിയിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിലപ്പോ ഞാൻ പഠിക്കുമ്പോ ചിലപ്പോ എനിക്ക് മനസ്സിലായില്ല, പിന്നെ വീണ്ടും ഈ പാട്ട് പാടും. ഞാൻ ഈ പാട്ട് പാടുന്നത് പറയാൻ കാരണം ഇതിലത്തെ സ്റ്റാൻസ് ശ്രദ്ധിച്ചാൽ അറിയാം. അസാധ്യമായിരിക്കൊന്നുമില്ല, മുഖാന്തരം ബുദ്ധിക്ക് അതീതമാ എന്നെ വഴി നടത്തും, അത്യത്ഭുതങ്ങളാൽ എന്നെ വഴി നടത്തും. അത് നമ്മുടെ അത് അവിടുത്തെ വചന കുതിരമലത്തെ വചനാണ്. അല്ല, ബുദ്ധി ഇല്ലാത്തവൻ ചോദിക്കട്ടെ നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു വചനമായിട്ടാണ് എനിക്ക് എപ്പോഴും അത് കണക്ട് ചെയ്യാറ്. അപ്പൊ എനിക്ക് ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് ശക്തി വരും. ശക്തി വരുന്ന എനിക്ക് കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടും. എനിക്ക് പഠിക്കാനൊക്കെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പഠിച്ചു 10ാം ക്ലാസ്സിലെ നമ്മുടെ പാസ്സാൻ പറ്റി. അപ്പൊ എനിക്ക് ഞാനിപ്പോ ഈ പാട്ട് പാടാനും ഇത് പറയാനും കാരണം എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. കർത്താവിനെ ആശ്രയിച്ച് നിന്നപ്പോ എനിക്ക് വിജയിക്കാൻ പറ്റി. അവിടെ അമാലേക്ക് യുദ്ധം പോലെ വന്നില്ല, പക്ഷെ എന്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ പഠനത്തിൽ ജയിക്കാന്നുള്ളത്. ആ ജയിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പൊ ഈ ഒരു വിശ്വാസം എനിക്ക് അവിടെ നിന്ന് കിട്ടിയപ്പോ എന്റെ ഫ്യൂച്ചർ ലൈഫിൽ ഇപ്പൊ ഇവിടെ വരുന്ന സാഹചര്യത്തിൽ പല സാധ്യത വരുമ്പോ എനിക്ക് മനസ്സിലായി ആ സമയത്ത് എന്നെ രക്ഷിച്ച ദൈവം എന്നെ പല സാധ്യതയിലും എന്നെ രക്ഷിക്കാൻ ആ ബോധം എനിക്ക് ലഭിക്കാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളായിരിക്കും അത് കർത്താവിനെ ആശ്രയിക്കാൻ പഠിക്കും. കർത്താവിനെ അതിനെ ആശ്രയിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങൾ വരുമ്പോ നമുക്ക് അതിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ, വലിയ കാര്യത്തിൽ വിശ്വസനായി മാറുന്നവരാണ്. അപ്പോ നമ്മള് അതൊരിക്കലും മാറ്റാതിരിക്കുക. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. കർത്താവിന്റെ നാമം മാത്രം ഉണ്ടാവട്ടെ.